സഹൃദരെ നമസ്കാരം. മാച്ച് 68 LSG വേഴ്സസ് പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് കിങ്സിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 197 റൺസ് വിജയലക്ഷ്യത്തിൽ ഇറങ്ങിയ ടീം 200-ന് 3 18 ഓവറിൽ ഫിനിഷ് ചെയ്തു. അതായത് 12 ബോൾ ബാക്കി നിൽക്കെ പഞ്ചാബ് കിങ്സ് 7 വിക്കറ്റിന് വിജയിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, സൂപ്പർ കളിയായിരുന്നു കേട്ടോ. ഡു എന്ന് അയ്യര് പറഞ്ഞു, ഡു തന്നെയാണ്, ലിഡ്. എന്തായാലും 6 ഓവർ പവർ പ്ലേയിൽ 65-2 എന്നതിലാണ് ഫിനിഷ് ചെയ്തത്. കളി തുടങ്ങി ആദ്യത്തെ ബോളിൽ റാൻഷാരിയ ഗോൾഡൻ ഡക്കാണ് ഷമി ആദ്യമേ എടുത്തു. അതിനുശേഷം റവ് സിമ്രാൻ 39 ബോൾ 69 റൺസ്, 7 4-ഉം 2 6-ഉം അർജുൻ ടെണ്ടുൽക്കർ ആ വിക്കറ്റ് എടുത്തായിരുന്നു. ഈ സീസണിൽ അർജുൻ ടെണ്ടുൽക്കർ ആദ്യത്തെ വിക്കറ്റ്. കൊണോളി 10 ബോൾ 18 റൺസ്, 4 4, ഷമി ആ വിക്കറ്റ് വീണ്ടും എടുത്തു. ഷമിക്ക് 2 വിക്കറ്റ് ഉണ്ട്. ഓക്കെ, ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസ് ഇന്നിങ്സ് പൊന്നോ, 51 ബോളിൽ 101 റൺസ്, നോട്ട് ഔട്ട്, 11 4-ഉം 5 6-ഉം കളിയുടെ ജയിക്കുന്ന ലാസ്റ്റ് ബോളിലാണ് സെഞ്ചുറി അടിച്ചത്. കൂടെ ഷഡ്ജ് നിന്ന് 7 ബോൾ 9 റൺസ്, നോട്ട് ഔട്ട്, 1 4. എൻ്റെ പൊന്ന് ശ്രേയസ് അയ്യരെ സൂപ്പർ. കാരണം നാളെ ഇനി ഉച്ച വരെ വീണ്ടും കാത്തിരിക്കാം. ലൈക്ക് ഏതാണ്ട് RR വേഴ്സസ് MI, അതായത് വാങ്കഡെ നടക്കുന്ന ആ കളിയിൽ RR ജയിച്ചാൽ മാത്രം ആരൊക്കെ നമ്മുടെ പഞ്ചാബും DC-യും കൊൽക്കത്ത ഉൾപ്പെടെ എല്ലാവരും അങ്ങ് പുറത്താവും. അല്ലാത്ത പക്ഷം വീണ്ടും ഇനിയിപ്പോൾ പഞ്ചാബിനെ ചാൻസ് ഉള്ള, കൊൽക്കത്ത നാളെ ജയിക്കുകയാണെങ്കിൽ കൊൽക്കത്തയും കൂടെ ചാൻസ് ഉണ്ടായിട്ട് നെറ്റ് റൺ റേറ്റ് നോക്കി ആരാണെന്ന് വെച്ചാൽ കയറും. അല്ലാത്ത വേറെ ആർക്കും ചാൻസ് ഇല്ല. RR നാളെ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. RR ജയിച്ചു കഴിഞ്ഞാലും വേറെ ഒന്നുമില്ല. ഇതാണ് അവസ്ഥ. എന്തായാലും ഷമി 45 റൺ 4 ഓവറിൽ, അർജുൻ ടെണ്ടുൽക്കർ 36-1. ഓക്കെ, നമ്മുടെ ദിഗ്വേഷ് രതി ഇമ്പാക്ട് പ്ലെയർ 39-0 3 ഓവറിലും, മോഹസിൻ 42-0 4 ഓവറിൽ, പ്രിൻസ് 32-0 3 ഓവറിൽ. ഇതാണ് സംഭവം. എന്തായാലും കുറേ പേർക്ക് നല്ല അടി കിട്ടി. പക്ഷേ 6 കളി കഴിഞ്ഞ 5-6 കളി തോറ്റിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കളി കളിക്കേണ്ട കളി കറക്റ്റായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ഒന്നും പറയില്ല, അസാധ്യ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും നാളത്തെ കളി വരേക്കും ബൈ.